ആ സീഡിയുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഥാർത്ഥത്തിൽ മടവൂരി ഭാഗം ഒരു ചുറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാതെ അതിന്റേതായ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരിച്ചാലും മരുമകളുടെ കണ്ണീര് കാണണമെന്ന ദുഷ്ടയായ അമ്മായിമ്മയുടെ ചിന്തയുള്ള മടവൂർ വിഭാഗം ആ സീഡികൾ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആദർശത്തെയും നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ തീവ്രസുന്നികളായ AP ഭാഗത്തിന് കൈമാറുകയും അങ്ങനെ അവരുമായി ഒരു പുതിയ സംബന്ധം ചേർന്നുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തെ എതിർക്കാൻ വേണ്ടി ഈ രൂപത്തിൽ മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന ബാനറിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് അവർ മുന്നോട്ട് പോയി. അവർക്കിടാനുണ്ടായിരുന്ന ക്ലിപ്പ് എന്താണ്? ഇന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ കക്കുംപടി വന്ന് പ്രസംഗിച്ചപ്പോൾ ഉപയോഗിച്ച അതേ ക്ലിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മുമ്പേ മടവൂരികൾ കൊടുത്ത ക്ലിപ്പുമായി AP സുന്നികൾ ഇവിടെ കേരളത്തിൽ മുഴുവൻ പ്രദർശനം നടത്തി. വിശ്വാസങ്ങളെന്ന പേരിൽ മടവൂരി ഭാഗവും അതേപോലെ തന്നെ മതനവീകരണം വിചാരണ ചെയ്യപ്പെടുന്നു എന്ന പേരിൽ ഇവിടുത്തെ ഏറ്റവും വലിയ തീവ്രസുന്നികളായ കാരന്തൂരികൾ എന്നറിയപ്പെടുന്ന ആ വിഭാഗവും ഒരുമിച്ച് കൈമൈ മറന്നുകൊണ്ട് പ്രവർത്തിച്ചു. എന്തുണ്ടായി? ഒരു നിലക്കും അവർ കോരിയ കീറവലയിൽ ഒരാളെയും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഏതൊരു വ്യക്തിയുടെ മനസ്സിനും ഒരു ലെവലേഷൻ പോലും ഇളക്കം മുഖാന്തരം ഉണ്ടായില്ല. മറിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ആളുകളും പൊതുജനങ്ങളും ഈ വിഷയം എന്താണെന്ന് കൃത്യമായി പഠിച്ചു എന്നും മാത്രമല്ല സഹോദരങ്ങളെ, നീണ്ട 2-2.5 വർഷക്കാലം ഈ ഒരു സീഡിയുമായി ഈ രൂപത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിഘടിത വിഭാഗവും ആദർശവരികളും ഊരി ചുറ്റിയിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ്? ചെങ്ങരംകുളത്ത് ഐതിഹാസികമായ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ തൗഹീദിലേക്ക് ജനലക്ഷങ്ങൾ ഒഴുകിവന്ന, ജനസാഗരങ്ങൾ ഒഴുകിവന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ ആ രൂപത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളും ആശയദാരിദ്ര്യങ്ങൾ കൊണ്ട് അവർ കൊണ്ടുവന്ന പുൽക്കൊടികളുമൊക്കെ ഇവരിന് തരിപ്പണമായി. അങ്ങനെ ഏറെക്കുറെ മതം നവീകരിച്ചത് ഇവിടെയുള്ള പുരോഹിതന്മാരാണ് എന്ന് നമ്മൾ തുറന്നു കാണിച്ചു കൊടുത്ത് അങ്ങനെ ആ ക്യാമ്പയിനൊക്കെ അവസാനിച്ച് അവരിങ്ങനെ വീട്ടിൽ പോയി ഒതുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിലാണ് മിതവാദി സുന്നികൾ എന്നറിയപ്പെടുന്ന EK വിഭാഗം സുന്നികൾ സ്വാഭാവികമായി സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരു പ്രചാരം തന്നെ ഉണ്ട്. എന്ത്? ഞങ്ങൾ മിതവാദികളാണ്. മിതവാദം കൊണ്ടൊക്കെ ആൾക്കാർ AP ആಗಿ പോകണ്ടോ എന്നൊരു പേടി കൊണ്ട് ഇപ്പോ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ മടവൂർ വിഭാഗവും കാരന്തൂർ വിഭാഗവും ഒരുമിച്ച് ഛർദിച്ച കുപ്പ, ആ ചവറ് അത് പോയി കുപ്പത്തൊട്ടിയിൽ നിന്ന് ചെകഞ്ഞ് വാരിയിട്ട് അത് എടുത്തു നോക്കുകയാണ്. എന്താ ഉള്ളത്? അവരിട്ട് അതേ ക്ലിപ്പ്, ഞങ്ങളുണ്ട് നിങ്ങളെ പിന്നിൽ വഹാബികൾ എതിർക്കാൻ, മുജാഹിദികൾക്കെതിരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതേ ക്ലിപ്പുമായി ജനങ്ങളുടെ മുമ്പിലൊക്കെ റോന്തി ചുറ്റുക. ആരാ അതിലുള്ളത്? ആകപ്പാടെ ഉള്ളത് ഒരു അമ്പലക്കടവ്, പിന്നെയോ പിന്നെ മുസ്തഫ അഷ്റഫി കക്കുംപടി. ഈ 2 ആളുകളാണ് ഇപ്പൊ ഏകദേശം പിന്നെ അമ്പലക്കടവ് അതുമായി നടക്കൽ നിർത്തിയെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇനി ആകെയുള്ള ഒരാൾ ആരാ? ഇവിടെയും കേരളത്തിൽ എല്ലായിടത്തും EK ബാനറിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്തഫ അഷ്റഫി കക്കുംപടി. ആ കക്കുംപടിക്ക് തന്നെ ഈ ഉള്ളവൻ 4 തവണ പല സ്ഥലത്തും മറുപടി പറഞ്ഞിട്ട് രണ്ടാമതും ആവർത്തിച്ച് വെല്ലുവിളിച്ചിട്ട് തിരിച്ചു വന്നിട്ടില്ല. കാരണം കയ്യിലൊന്നുമില്ല. ഈ കുറച്ച് 19 ക്ലിപ്പുകളുമായി എല്ലായിടത്തും പോവുക. നിർബന്ധിതമായാൽ ഒന്നും കൂടി വരും, തൊട്ടടുത്ത പ്രദേശത്ത് തലതിരിച്ചൊന്നും കൂടി ഇടും. വേറെ ഒന്നും സഹോദരങ്ങളെ അതിലില്ല. അതുകൊണ്ട് ഇവിടെയുള്ള AP-ക്കാരോടും EK വിഭാഗത്തോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇനി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ കൃത്യമായ രൂപത്തിൽ ഞങ്ങൾ കാണിക്കും. അതിന്റെ നിരസ്ഥിതി ഞങ്ങൾ പൊളിച്ചെഴുതും. രണ്ടാമതും ഈ വിശദീകരിച്ച കാര്യങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി പറയുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ തന്നെയോ അല്ലെങ്കിൽ അതിനനുയോജ്യമായ ആരെങ്കിലുമോ കൊണ്ടുവരണമെന്ന അപേക്ഷയോടുകൂടി ദീർഘമായ രാമുഖം നടത്താതെ ഞാൻ എന്റെ